പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു സീസണിൽ 4 മത്സരങ്ങൾ കളിച്ച കേരള ബ്ലാസ്റ്റേഴ്സിന് ഒരു വിജയവും അതുപോലെ തന്നെ 2 സമനിലയുമാണ് ഉള്ളത്. മികച്ച പ്രകടനം തന്നെ മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് കാഴ്ചവെക്കുന്നുണ്ടെങ്കിലും ചില നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളുണ്ട്. ആദ്യത്തെ കാര്യം, കളിച്ച 4 മത്സരങ്ങളിലും ഒരു ക്ലീൻ ഷീറ്റ് പോലും നേടാൻ കേരള ബ്ലാസ്റ്റേഴ്സിന് സാധിച്ചിട്ടില്ല. മാത്രമല്ല, കഴിഞ്ഞ മത്സരത്തിൽ അറ്റാക്കിംഗ് എല്ലാം കൂടുതൽ ശക്തമാകുമ്പോൾ ഡിഫൻസ് വീക്കായി വരികയായിരുന്നു. അതുകൊണ്ട് തന്നെ ഡിഫൻസും മിഡ്ഫീൽഡും കേരള ബ്ലാസ്റ്റേഴ്സ് കൂടുതൽ ശക്തമാക്കേണ്ടതുണ്ട്. മിഡ്ഫീൽഡിൽ ഡാനിഷ് ഫറൂഖിന്റെ പ്രകടനം തീർത്തും നിരാശയാണ്. ഡാനിഷ് ഫറൂഖിന് പകരമായിട്ട് അസർ സ്റ്റാർട്ടിംഗ് 11-ൽ വരികയാണെങ്കിൽ ടീമിൽ കൂടുതൽ ഇമ്പാക്ട് ഉണ്ടാക്കിയേക്കാം. മറ്റൊരു കാര്യം, നമുക്കറിയാം കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിന് സെറ്റ് പീസ് കോച്ചൊക്കെ ഉണ്ട്. എന്നാൽ പോലും കളിച്ച 4 മത്സരങ്ങളിൽ ടീമിന് ലഭിച്ച സെറ്റ് പീസുകളൊന്നും മുതലാക്കാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ വരുന്ന മത്സരങ്ങളിൽ സെറ്റ് പീസിന്റെ കാര്യത്തിലും കേരള ബ്ലാസ്റ്റേഴ്സ് കൂടുതൽ മെച്ചപ്പെടേണ്ടതുണ്ട്. അടുത്ത മത്സരം മുതൽ ക്യാപ്റ്റൻ അഡ്രിയൻ ലൂണ സ്റ്റാർട്ടിംഗ് 11-ൽ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മിഡ്ഫീൽഡ് കൂടുതൽ ശക്തമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. മറ്റൊരു കാര്യം, മുംബൈ സിറ്റി FCയുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ്. മുംബൈ സിറ്റി FCക്ക് അങ്ങനെ നാഷണൽ ബാൻ വന്നിരിക്കുകയാണ്. പുതിയ താരങ്ങളെ രജിസ്റ്റർ ചെയ്യുന്നതിൽ നിന്നുമാണ് മുംബൈ സിറ്റി FCക്ക് വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത്. AIFF മുംബൈ സിറ്റി FCക്ക് ഒരു ലെറ്ററും നൽകിയിട്ടുണ്ട്. എത്രയും വേഗം ഈ ഒരു പ്രശ്നം പരിഹരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നിലവിൽ മുംബൈ സിറ്റി FCക്ക് പുതിയ താരങ്ങളെ രജിസ്റ്റർ ചെയ്യാൻ സാധിക്കില്ല. അടുത്തൊരു വാർത്ത, നിലവിൽ ഈ ഒരു സീസണിൽ ഏറ്റവും കൂടുതൽ ഇന്റർസെപ്ഷൻസ് നടത്തിയുള്ള താരങ്ങൾ ആരൊക്കെയാണ് എന്ന് നോക്കാം. 1-ാം സ്ഥാനത്തുള്ളത് പ്രീതം കോട്ടാലാണ്. 4 മത്സരങ്ങൾ കളിച്ച താരം 10 ഇന്റർസെപ്ഷൻസ് നടത്തിയിട്ടുണ്ട്. കഴിഞ്ഞ സീസണിൽ മോശം ഫോമിലായിരുന്ന താരം നിലവിൽ ഈ ഒരു സീസണിൽ മികച്ച ഫോമിലാണ് ഉള്ളത്. 2-ാം സ്ഥാനത്തുള്ളത് മിലോസ് ട്രിൻസിച്ച് ആണ്. 9 ഇന്റർസെപ്ഷൻസ് താരം നടത്തിയിട്ടുണ്ട്. 3-ാം സ്ഥാനത്തുള്ളത് നവോച്ച സിംഗ് ആണ്. 8 ഇന്റർസെപ്ഷൻസ് ആണ് താരം നടത്തിയിട്ടുള്ളത്. 4-ാം സ്ഥാനത്തുള്ളത് നിഖിൽ പ്രഭു ആണ്. 8 ഇന്റർസെപ്ഷൻസ് ആണ് താരം നടത്തിയിട്ടുള്ളത്. 5-ാമത് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിന്റെ താരമായിട്ടുള്ള ആശിഷ് റായ്. 3 മത്സരങ്ങൾ മാത്രമാണ് താരം കളിച്ചിട്ടുള്ളത്. 8 ഇന്റർസെപ്ഷൻസും താരം നടത്തിയിട്ടുമുണ്ട്. ഈ ഒരു വീഡിയോയുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായമൊക്കെ താഴെ ഒന്ന് കമന്റ് ചെയ്യുക. കൂടുതൽ ISLുമായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകളൊക്കെ അറിഞ്ഞായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൺ ഓപ്ഷൻ ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.